ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സ്ത്രീകളിൽ വളരെ സാധാരണമായി കണ്ടുവരുന്ന ഒരു ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ചാണ്. PCOD. പലർക്കും ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് എന്ന ഈ PCODയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. PCODയും PCOSും തമ്മിലുള്ള വ്യത്യാസം, അതിൻ്റെ ലക്ഷണങ്ങൾ, കാരണങ്ങൾ, ചികിത്സ എന്നിവ വിശദമായി നോക്കാം. PCOD അഥവാ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് എന്നത് സ്ത്രീകളുടെ അണ്ഡാശയത്തിൽ രൂപപ്പെടുന്ന ചെറിയ ചെറിയ സിസ്റ്റുകളാണ്. സ്ത്രീകളിൽ പുരുഷ ഹോർമോണായ ആൻഡ്രോജൻ ഉൽപ്പാദിപ്പിക്കുന്നത് കൂടുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ലളിതമായി പറഞ്ഞാൽ PCODയിൽ സ്ത്രീകളുടെ അണ്ഡാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആൻഡ്രോജന്റെ അളവ് അസാധാരണമായി കൂടുകയാണ് ചെയ്യുന്നത്. സാധാരണയായി അണ്ഡാശയങ്ങൾ വളരെ ചെറിയ അളവിൽ മാത്രമേ ആൻഡ്രോജൻ ഉൽപ്പാദിപ്പിക്കുകയുള്ളൂ. ആൻഡ്രോജൻ ഹോർമോണിന്റെ അസന്തുലിതാവസ്ഥ കാരണമാണ് അണ്ഡാശയത്തിൽ ഇതുപോലെയുള്ള ചെറിയ ചെറിയ സിസ്റ്റുകൾ രൂപപ്പെടുന്നത്. പുരുഷ ഹോർമോണിന്റെ ഉയർന്ന അളവ് മൂലം ഓവുലേഷൻ തടസ്സപ്പെടുകയും മെൻസ്ട്രുവേഷനിൽ ഇറഗുലാരിറ്റീസ് ഉണ്ടാവുകയും രോമവളർച്ച പോലുള്ള ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുകയും ചെയ്യുന്നു.